ശരിയായ വില, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. എല്ലാ കസ്റ്റമേഴ്സിനും, എല്ലാ പർച്ചേസിലും, എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്. CPIM വിട്ട് UDF-നൊപ്പം ചേരുമോ എന്ന ചോദ്യത്തിന് സമയമാകുമ്പോൾ പ്രതികരിക്കാമെന്ന് അങ്ങാടിപ്പുറം പഞ്ചായത്ത് അംഗം അനിൽ പുലിപ്ര. അങ്ങാടിപ്പുറത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബഡ്സ് സ്കൂളിന് മദർ തെരേസയുടെ പേര് നൽകിയത് അഭിമാനകരമാണെന്നും സൗജന്യമായി സ്ഥലം വിട്ടുകിട്ടാൻ പ്രയത്നിച്ച അനിൽ പുലിപ്ര പറഞ്ഞു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയൊരു സ്വപ്ന പദ്ധതിയാണ് ബഡ് സ്കൂൾ. 3.5 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. ഒരുപക്ഷേ മലപ്പുറം ജില്ലയ്ക്കും കേരളത്തിന് തന്നെ അഭിമാനമായി മാറുന്ന ഒരു പ്രൊജക്റ്റാണ്. ആ പദ്ധതി താങ്കളുടെ വാർഡിലാണ്, പഞ്ചായത്തിൽ 17-ാം വാർഡിൽ താങ്കളുടെ ശ്രമഫലമായി സൗജന്യമായി സ്ഥലം കിട്ടി. ഇപ്പോൾ പണി ഏകദേശം പകുതിയോളമായിട്ടുണ്ട്. അപ്പോൾ ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ താൽക്കാലിക നിർമ്മാണം പൂർത്തീകരിച്ച് കുട്ടികളെ അങ്ങോട്ട് മാറ്റാൻ സാധിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. ഈ ബഡ് സ്കൂളിൻ്റെ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ സ്ഥലം കിട്ടാൻ എഫേർട്ട് എടുത്ത താങ്കൾക്ക് മദർ തെരേസയെ പോലെ ഒരു വലിയ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകയായിരുന്ന ഒരു മഹതിയുടെ പേരാണ് ബഡ് സ്കൂളിന് നൽകുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമല്ലേ താങ്കൾക്ക്? ആ സന്തോഷമൊന്ന് പങ്കുവയ്ക്കാമോ? ആദ്യമായിട്ട് നമുക്കൊരു അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് ആ ഒരു പേര്. അതും ബഡ് സ്കൂളിനെ ആ ഒരു പേര് നിർദ്ദേശിക്കുകയും ഭരണസമിതികളെ അത് അംഗീകരിക്കുകയും ചെയ്യുന്നതിന് ആദ്യം ഭരണസമിതിയോടും പഞ്ചായത്ത് മെമ്പർമാരെ എല്ലാവരോടുമുള്ള നന്ദി ആദ്യം നമ്മൾ അർപ്പിക്കുന്നു. കൂടാതെ തന്നെ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ബഡ് സ്കൂൾ ആയിട്ടാണ് നമ്മളിവിടെ പ്രവർത്തനം തുടങ്ങുന്നത്. പഞ്ചായത്തിൻ്റേതായിട്ട് തന്നെ ഏകദേശം 3.5 കോടിയോളം നമ്മൾ ആദ്യ ഗഡുവായിട്ട് രീതിയിൽ നമ്മൾ പാസ്സാക്കിയിട്ടാണ് അതിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പ്രദേശങ്ങളിൽ തന്നെ റോഡുകൾ വരെ റബ്ബറൈസ് റോഡാക്കി വരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വരെ പഞ്ചായത്ത് കൂടി ആലോചിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും, നാടിനും പഞ്ചായത്തിനും ഒക്കെ ഏറ്റവും കൂടുതൽ അഭിമാനകരമായ ഒരു പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നത് എന്നതിൽ യാതൊരു സംശയമില്ല. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, പ്രതിപക്ഷത്തിൻ്റെ ആരോപണമായിരുന്നു UDF ഭരണസമിതി പ്രതിപക്ഷ വാർഡുകളോട് അവഗണന കാണിക്കുന്നത്. താങ്കളുടെ വാർഡിൽ ഇത്രയും വലിയ പ്രൊജക്റ്റുകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് വിവേചനമായി കാണാൻ പറ്റില്ല ആർക്കും. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആരോപണങ്ങളൊക്കെ ജനങ്ങൾ എങ്ങനെ കാണേണ്ടി വരും? അല്ല, എന്നോട് അന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, എൻ്റെ വാർഡിൽ ചെയ്ത കാര്യങ്ങൾ, വികസനങ്ങൾ കിട്ടിയോ എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അത് പറഞ്ഞത് എൻ്റെ വാർഡിലെ കാര്യങ്ങൾ മാത്രമാണ്. മറ്റുള്ള വാർഡുകളിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതാത് മെമ്പർമാരോട് ചോദിച്ചു നോക്കണം. എൻ്റെ വാർഡിലെ ഇത്രയും വലിയൊരു പദ്ധതികളൊക്കെ എൻ്റെ വാർഡിൽ നടക്കുമ്പം അതിനകത്ത് എനിക്ക് എൻ്റെ വാർഡിനോടൊരു വിവേചനം കാണിച്ചു എന്ന് ചോദിക്കുമ്പം നമുക്കത് ഒറ്റ വാക്കിൽ അത് ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനത് ആ പറഞ്ഞ കാര്യങ്ങൾക്ക് അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. അത് എൻ്റെ വാർഡിൻ്റെ മാത്രമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല, അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. ആ പറഞ്ഞ വാക്കിൽ അതിനകത്ത് ഉറച്ചു നിൽക്കും. UDFകാർ പറയുണ്ടായി, ഈ ബഡ് സ്കൂള് ഇത്രയും വലിയൊരു പ്രൊജക്റ്റായിട്ട് പോലും അവിടുത്തെ വാർഡ് മെമ്പർ ഇടതുപക്ഷക്കാരനാണ്. ഒരു അഭിനന്ദനമോ അല്ലെങ്കിൽ ഒരു പ്രശംസയെ പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് CPMൻ്റെ നേതാക്കളൊന്നും അവിടെ സന്ദർശിക്കുക പോലും ഉണ്ടായില്ല എന്നൊക്കെ രീതിയിലൊരു ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ CPMൻ്റെ ഒരു മെമ്പറാണ്, എങ്ങനെ കാണുന്നു അവരുടെയൊക്കെ അഭിപ്രായത്തെ? അല്ല, അത് ഞങ്ങൾ ഇതിനകത്ത് ആദ്യം തുടക്കം മുതൽ തന്നെ ഈ ബഡ് സ്കൂളിന് സ്ഥലം കണ്ടെത്തി കൊടുക്കുന്ന സമയം മുതൽ ഈ നിമിഷം വരെ നമ്മളൊരു രാഷ്ട്രീയപരമായിട്ട് നോക്കിയിട്ടല്ല ഞങ്ങൾ അതിനകത്ത് പ്രവർത്തിച്ചത്. അങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ട് നോക്കി പ്രവർത്തിക്കുവാണെങ്കിൽ ഇന്നിപ്പം അവിടെ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. അത് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടുള്ള പഞ്ചായത്ത് ബോർഡ് അംഗങ്ങൾ എല്ലാവരും, ഇപ്പോൾ 23 മെമ്പർമാരെന്നും പറയാം, അവരുടെ എല്ലാം പൂർണ്ണമായ സപ്പോർട്ടും എല്ലാവരുടെയും ഇത്രയും പൈസകളെല്ലാം ബോർഡിൽ പാസ്സാക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആരും അത് എതിർപ്പോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെയുള്ളൊരു കുട്ടികളുടെ ഒരു സ്കൂൾ പണിയുന്നതിന് അത് പഞ്ചായത്ത് ഭരണസമിതി അടക്കമുള്ള ആളുകൾ ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും, നമ്മുടെ വാർഡിലേക്കാണല്ലോ ഇത്തരം കാര്യങ്ങൾ ചെയ്തു തന്നേക്കുന്നത്, അതിന് നമ്മൾ കൂടുതൽ അതിനുള്ള അഭിമാനം നമ്മൾ. UDFിലെ ചില നേതാക്കൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുകയുണ്ടായി, കൊറോഡൻ റംലയ്ക്ക് ശേഷം അടുത്ത ഒരു പൊട്ടിത്തെറി സംഭവിക്കും. ഒരുപക്ഷെ അത് CPMന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പൊട്ടിത്തെറിയായിരിക്കും. ആ പൊട്ടിത്തെറിയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് അവർ ചൂണ്ടിക്കാണിച്ചത്, പേര് പറഞ്ഞല്ല, പക്ഷേ അവർ ബഡ് സ്കൂള് 8 കോടി വികസനം എന്നൊക്കെ രീതിയിൽ പകുതി അർത്ഥത്തിൽ നിർത്തി. അപ്പോൾ പൊതുവേ ജനങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. പലരും എന്നോട് തന്നെ ചോദിച്ചവരുണ്ട്. കാരണം ഞാൻ നേരത്തെ താങ്കളുടെ ഒരു അഭിപ്രായം വാർത്ത നൽകിയിരുന്നു. അപ്പോൾ നിള 24ന് വേണ്ടി ആ ഒരു ചോദ്യം കൂടി, ഒരുപക്ഷെ ഒരു പൊട്ടിത്തെറിയിൽ
UDFകാർ അർത്ഥോക്തിയിൽ നിർത്തിയിട്ടുള്ള ആ വാക്കുകളുടെ പൂർണ്ണത താങ്കളിൽ നിന്നാവുമോ? അല്ല, എന്താ അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അതിനെക്കുറിച്ചുള്ള പ്രതികരണം അതൊക്കെ ഇപ്പോൾ അതിൻ്റേതായ സമയങ്ങളൊക്കെ ആകുമ്പം അതിൻ്റേതായ കാര്യങ്ങളുണ്ടാവും. അല്ലാതെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് പ്രതികരിക്കാനില്ല. നമ്മളൊന്നും ആരോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു കാര്യങ്ങളും ഇതുവരെ അങ്ങനത്തെ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് 2 മാസം കഴിഞ്ഞാൽ. അപ്പോൾ LDFനൊപ്പം താങ്കൾ ഉറച്ചു നിൽക്കുമോ എന്ന ചോദ്യം കൂടി ജനങ്ങൾക്കുണ്ട്, പാർട്ടിക്കുണ്ടാവും, ചിലപ്പോൾ LDF പ്രവർത്തകർക്കുണ്ടായേക്കാം. അല്ല, അതിപ്പം നമ്മളിപ്പോൾ എന്നാ പ്രശ്നം? ഇപ്പം അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പ്രതികരിക്കുന്നില്ല. അത് പ്രതികരിക്കുകയാണെങ്കിൽ പ്രതികരിക്കേണ്ടതായ സമയത്തപ്പം പ്രതികരണം ഉണ്ടാവും.